യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നു. ഭൂനികുതിയൊന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. 50% വർധനമാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൌരവതരമായി ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇപ്പൊ പറയുന്ന കണക്ക് എന്താണെന്നറിയാം, 2020 മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമലായപ്പോ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പൊ കോവിഡ് കാലത്ത് പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ ഭൂനികുതിയിൽ ഭീകര കൊള്ളയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കണക്കുകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാമെന്ന് ധനമന്ത്രി കരുതേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ബജറ്റിൽ 800 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. നിലവിൽ 700 കോടി രൂപ വരെ കടമുണ്ട്. പിന്നെ എങ്ങനെ സപ്ലൈകോ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ പോയാൽ കേരളം 20 വർഷത്തേക്ക് പിന്നാക്കം പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി.